ഹായ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി, അത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ തൃശ്ശൂർ പാലസ് ഗ്രൗണ്ടിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഏജ് ആയിട്ടുള്ള ഒരാൾ, നമ്മുടെ അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ നമ്മളുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു. എടാ യൂട്യൂബ് ചാനൽ എങ്ങനെ പോകുന്നു കാര്യങ്ങളെന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ നമ്മളോട് പറഞ്ഞു, എടാ അത് കുറച്ച് റിസ്ക്കാണ്, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നീ കൊല്ലപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വന്നു കഴിഞ്ഞപ്പോൾ സുഹൃത്തിനെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് GDC മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അവന് അധികം വൈകാതെ തന്നെ കൊല്ലപ്പെടാനുള്ള സാധ്യതയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞു. ഞാനും ആ കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്ത് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷേ ഞാൻ പിന്നീട് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഇതേ ആശങ്ക എൻ്റെ ചില സുഹൃത്തുക്കൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ ഒരിക്കലും ഭയങ്കര ഇമോഷണൽ സെൻസ് ആയിട്ടുള്ള ആൾക്കാരല്ല. കാരണം ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒരുപാട് ഫിൽട്ടർ ചെയ്ത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ലൈഫിൽ ഒരുപാട് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കുന്നവർ മാത്രമാണ് നമ്മളുടെ കൂടെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരോട് നമ്മൾ വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. അത് നമ്മൾ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. നമ്മുടെ വീട്ടിലൊരു സെക്യൂരിറ്റി ഉണ്ട്, നമുക്ക് അത്യാവശ്യം നല്ല പറമ്പ് നമ്മൾ വീടും നമ്മൾ ആ സെക്യൂരിറ്റീനെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി അവിടെയുള്ള കരകൗശല വസ്തുക്കൾ എടുത്ത് കൊണ്ടുപോകുന്നു. അവിടെയുള്ള പല വസ്തുക്കളും ആൾ വിൽക്കുന്നു. ഈ പറഞ്ഞ പോലെ അവിടുത്തെ ടൈലുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മൊത്തം പൊട്ടിക്കെടുക്കുന്നു. അതായത് വെള്ളമൊക്കെ ലീക്കായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ടാണ് പോകുന്നത്, ഏട്ടാ അവിടെ എന്തെങ്കിലും മെയിൻ്റെനൻസ് വരാണെങ്കിൽ നമ്മൾ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫണ്ട് നിനക്ക് തരാം. അപ്പോൾ അതെന്താണെന്നുണ്ടെങ്കിൽ നീ അത് പ്രോപ്പറായിട്ട് ചെയ്തോളെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പോയി വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു സ്ഥിതി കാണുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയോട് പറയുകയാണ്, ഇവിടെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ മൊത്തം നീ നികത്തിയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. അവിടെ അദ്ദേഹം ഓക്കെ എന്ന് മാത്രം പറഞ്ഞു പോകുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടായിരിക്കും? അതേപോലെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്, നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു വീടിൻ്റെ പ്രശ്നം എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതായത് ജനാധിപത്യം എന്ന് പറയുന്നതും നിയമവ്യവസ്ഥ എന്ന് പറയുന്നതും പ്രോപ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം പോലും ഇല്ലാതാക്കാൻ കഴിയും. നിയമവ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അത് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ ഇല്ലാണ്ടാവും ചെയ്യും. അറ്റ് എ ടൈം ഗവൺമെൻറ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രം മതി, ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആവും. നമ്മൾ സുരക്ഷിതരെന്ന് കരുതി നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ സെക്യൂരിറ്റീനെ ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികളെയാണ്. ആ ജനപ്രതിനിധികൾ നമ്മളോട് വോട്ട് ചോദിച്ച് നമ്മളുടെ അധികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ നിരത്തിയിട്ടുള്ളത്. അവിടെ പൈപ്പ് പൊട്ടിക്കെടുക്കുന്നു, വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുന്നു, അതേപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ അടിയിലേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ 4ഓളം ഇടങ്ങളിൽ വെള്ളം ഒരേ സമയം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു. അതേസമയം സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന വെള്ളത്തിന് ഗവൺമെൻറ്റിലേക്ക് വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അശ്രദ്ധ, അതായത് ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള അശ്രദ്ധ മൂലം തന്നെ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള സെക്യൂരിറ്റീസ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? മിണ്ടാതെ പോകണോ? നാളെ എന്നെ കൊല്ലുമെന്ന് ഭയന്നുകൊണ്ട് മിണ്ടാതെ പോകണോ? ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ള സ്ഥലം തന്നെയാണ്, ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള സ്ഥലം തന്നെയാണ് കേരളം. നാളെ ഒരു പക്ഷെ ഞാനും കൊല്ലപ്പെടാം. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അവരൊരിക്കലും ഇതിനെ വൈകാരികമായിട്ട് കാണില്ല. പക്ഷെ ഞാൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിലൊരു 10 പേര് ഇതിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ സുഹൃത്തുക്കൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം തെളിവ് സഹിതം തന്നെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ പോലും. സോ ഈ യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം തീരുമാനിക്കുന്നതിനേക്കാളും മുമ്പ് നമ്മളിതുപോലെ ചോദ്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷേ അന്ന് നമ്മളോട് സുഹൃത്തുക്കൾ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അളിയ ഇത് കുറച്ചും കൂടി സേഫ് ആവണമെങ്കിൽ നീ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മളിത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അപ്പോഴും പറയുന്നത്, അളിയ ഇത് റിസ്ക്കാണ്, നീ 4 ചുമരിൻ്റെ ഉള്ളിലേക്ക് മാറണം എന്നുള്ളതാണ്. തെരുവുകളിൽ പ്രശ്നം നടക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് 4 ചുമരിൻ്റെ ഉള്ളിലേക്ക് മാറുന്നത്?
സോ നമുക്ക് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ചുക്കാപ്പി വിൽപ്പന എന്നൊക്കെ പറയുന്നത്. ഞാൻ തൃശ്ശൂർ ടൗണിൽ ചുക്കാപ്പി വിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ച് ആളുകളായിട്ട് എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം കാല് ജസ്റ്റ് ഒന്ന് ഞാൻ വീണ് കഴിഞ്ഞതിന് ശേഷം കാലൊന്നും മടങ്ങി കഴിഞ്ഞപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ റെസ്റ്റിലാണ്. അപ്പോൾ ആ റെസ്റ്റ് എന്ന് പറയുന്നത് കാല് മടങ്ങി കഴിഞ്ഞാൽ അത് സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല. ലോഡ് വെച്ചിട്ട് നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ എൻ്റെ കച്ചവടം എനിക്ക് സൈക്കിളിൽ ചെയ്യുന്നതാണ് തൃപ്തി. കാരണം നമ്മൾ ആ ക്ഷീണത്തിൽ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉറക്കം അത് സൂപ്പർബാണ്. അതല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ഉറക്കം കിട്ടില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് സഹതപിക്കൊന്നും വേണ്ട. ഇങ്ങനെ സഹതപിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ ആ ജോയിൻ ബട്ടൺ അമർത്തിക്കോളൂ. അതിൽ നമ്മുടെ യൂട്യൂബ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഇതിൽ താങ്ക്സ് കാർഡ് ഉണ്ട്. ആ താങ്ക്സ് കാർഡ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ താങ്ക്സ് കാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് അതിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിലേക്ക് വരിക. അപ്പോൾ നമ്മളിപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ നിയോഗിച്ചിട്ടുള്ള ആൾക്കാർ നമ്മളുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ച് നമ്മളോട് പ്രതിബദ്ധമല്ലാതെ ജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയാവുന്ന രീതിയിൽ കലൂര് കത്രിക്കടവ് ഭാഗത്ത് ട്രാൻസ്ഫോമറിൻ്റെ അടിയിലേക്ക് വെള്ളം വന്ന് അവിടെ പരന്ന് കിടക്കുമ്പോഴും നമ്മൾ ധരിപ്പിച്ചിട്ട് പോലും ഇതുവരെ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരുപാട് നാളുകളായിട്ട് തൃശ്ശൂർ റൗണ്ടിലുള്ള കല്യാൺ സൂപ്പർ 99 മുന്നിലുള്ള വാട്ടർ ലീക്കേജ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും നമ്മളിപ്പോൾ 8 മാസത്തോളമായിട്ട് ഇപ്പോഴാണ് മണ്ണിട്ട് മൂടിയിട്ടുള്ളത്. പക്ഷേ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ള മണ്ണ് മൂടിയിട്ടുള്ളത്. ഇപ്പോഴും വാട്ടർ ലീക്കേജ് ഉണ്ട് അവിടെ. ചേരൂർ ഭാഗത്ത് 4 ഭാഗത്താണ് വാട്ടർ ലീക്കേജ് ഉള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിന് വാടക കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അശ്രദ്ധ മൂലം, അതായത് ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള അശ്രദ്ധ മൂലം നഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിന് യാതൊരു വാടകയും ഇല്ല, പിഴയും ഇല്ല. നമ്മളെല്ലാം കൂടിയ വലിയൊരു യൂണിറ്റാണ് ജനാധിപത്യം എന്ന് പറയുന്നതും അതിന് അനുബന്ധമായ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെയുള്ള നിയമവ്യവസ്ഥ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. അത് ജനങ്ങൾ മാത്രം പാലിക്കുമ്പോൾ, ഗവൺമെൻറ് പാലിക്കാതിരിക്കുമ്പോൾ, അത് പാലിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോർമാലിറ്റീസ് തീർക്കാതിരിക്കുമ്പോൾ, ഡെപ്യൂട്ടി മേയറിൻ്റെ അടക്കം വണ്ടിക്ക് എന്താ പറയുക, സ്പീഡ് വയലേഷൻ്റെ ഫൈനുണ്ട്. ഒരു വട്ടം പോലും പുക ടെസ്റ്റ് നടത്താത്ത നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ വണ്ടി ഒരു വട്ടം പോലും പുക ടെസ്റ്റ് നടത്തിയിട്ടില്ല. ഫിറ്റ്നസ് എക്സ്പേർട്ട് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ, അത് തഹസിൽദാറിൻ്റെ വണ്ടി, അതേപോലെ തന്നെ ടൂറിസ്റ്റ് പ്രൊമോഷൻ കൗൺസിലിൻ്റെ വണ്ടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടും മാറ്റങ്ങൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു 8ഓളം കംപ്ലൈൻറ്റുകൾ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പരിഹരിക്കാനുള്ള ഓട്ടത്തിലാണ്. ഇത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ജനാധിപത്യം എന്ന് പറയുന്ന എൻ്റെ വീടിന് വേണ്ടിയിട്ട്. ഇവിടുത്തെ നിയമവ്യവസ്ഥിതി ഇവിടെ നിലനിൽക്കാത്തോടത്തോളം, ഇവിടെ കറക്റ്റായിട്ട് നിയമം പാലകർ എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ പോലും, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് പോലും നിയമം പാലിക്കാതിരിക്കുമ്പോൾ ഞാനിവിടെ സുരക്ഷിതനല്ല എന്നുള്ള വ്യക്തമായ ധാരണയിലാണ്, ആ ഒരു പൊതുബോധത്തിൽ തന്നെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. നിയമം നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, നമ്മളത് ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് തന്നെ ഫോളോ ചെയ്യാതെ ജനങ്ങളെ പാലിപ്പിക്കാനായിട്ട് നിൽക്കുന്നത് ചൂഷണമാണ്. ജനങ്ങൾ നിയമം പാലിക്കുക തന്നെ ചെയ്യണം. പക്ഷേ അവർ പാലിക്കാതെ നിയമം പാലിപ്പിക്കാൻ നിൽക്കുന്നത് ചൂഷണമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.